സദൃശ്യവാക്യങ്ങൾ അധ്യായം 7. മകനെ, എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ കാത്തുകൊള്ളുക. നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോടെ നീ എന്റെ സഹോദരി എന്ന് പറക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്ക. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. ഞാൻ എന്റെ വീടിന്റെ കിളിവാതിൽക്കൽ അഴിയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു. യവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീടിന്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്ന് അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്ന് ഇതാ, വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഉള്ളൊരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. അവൾ മോഹപരവശയും തന്നിഷ്ടക്കാരിയുമാകുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കയില്ല. ഇപ്പോൾ അവളെ വീഥിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം. ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ച് ചുംബിച്ചു. ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു. നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ട് നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ എന്റെ കട്ടിലിന്മേൽ പരവതാനികളും മിസ്രയീമി നൂൽ കൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു. മൂറുമകിലും ലവംഗവും കൊണ്ട് ഞാൻ എന്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക, വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം, കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു. പണം അടിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പൗർണമാസിക്ക് വീട്ടിൽ വന്നെത്തുകയുള്ളൂ. ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ച് അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളത് എന്ന് അറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേൾപ്പീൻ, എന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലുകയും വരുത്. അവൾ വീഴിച്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നു കളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിന്റെ